ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, ഓണം എക്സാം ആയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഓണം എക്സാമിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഷ്യൽ സയൻസിനകത്ത് വലിയ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടതുണ്ട്. കാരണം 6ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത വർഷം നമ്മൾ 7ാം ക്ലാസ്സിലാണ് USS എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ 6ാം ക്ലാസ് തന്നെ കൃത്യമായിട്ട് സെറ്റാക്കി ലെവലാക്കി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. 6ാം ക്ലാസ്സിലെ ഓണം എക്സാം നിങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പറയുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ ആക്ച്വലി നമ്മൾ പറയുന്ന സമയത്ത് ശരിക്കും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം വേറൊന്നല്ല മക്കളെ, നിങ്ങൾ നോക്ക്, 6ാം ക്ലാസ്സിൽ നടക്കുന്ന ആദ്യത്തെ എക്സാമാണ് ഇത്, ഈ ഓണം എക്സാം. ഈ ഓണം എക്സാമിന് നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ? നമുക്ക് നല്ല രീതിയിലേക്ക് ഇതുപോലെ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം നമുക്കും, അതേപോലെ തന്നെ നമ്മുടെ മാർക്കും കാര്യങ്ങളും കാണുന്ന സമയത്ത് നമ്മുടെ പേരൻസിനും നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്യും, അവർക്കൊക്കെ ബോധ്യപ്പെടും നമ്മളൊക്കെ തന്നെ അത്യാവശ്യം നന്നായി പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓണം എക്സാമിലെ മാർക്കോടുകൂടി നമുക്ക് വിലയിരുത്താൻ പറ്റും. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന, അതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു പരിഗണന നിങ്ങൾ ആലോചിക്കണം, അത് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓണം എക്സാം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ എക്സാമാണ്, ഈ വർഷം നടക്കുന്ന ആദ്യത്തെ എക്സാമാണ്. അതുകൊണ്ട് നല്ല മാർക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത്, പല ആൾക്കാരും ഓണം എക്സാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞാൽ അയ്യോ എക്സാമിന് മുമ്പ് കുറച്ച് പഠിക്കാമായിരുന്നു എന്നൊക്കെ പലതരത്തിലേക്ക് ചിന്തകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പറയുന്നു, അത്തരത്തിലേക്കുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഓണം എക്സാമിന് ശേഷം മാർക്ക് കുറഞ്ഞതിന് ശേഷം ഉണ്ടാകരുത്, അതിന് മുൻപ് തന്നെ ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈലത്തിൽ ഏറ്റവും കിടിലൻ ബാച്ച് ആയിട്ടുള്ള വജ്ര ബാച്ച് ഒരുങ്ങിയിട്ടുള്ളത്. മക്കളെ, നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഫ്രീഡം ഓഫറുമായി ബന്ധപ്പെട്ടൊക്കെ വജ്രയ്ക്കകത്ത് ഒരുപാട് ഓഫറുകളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകളുണ്ട്. അപ്പോൾ താഴെ മുകളിൽ കാണുന്ന ഈ ഒരു നമ്പർ 9954008080 എന്ന നമ്പറിൽ ഇതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യുക. ട്യൂഷനൊക്കെ പോകാത്ത മക്കളായിരിക്കും ഭൂരിപക്ഷം ഉണ്ടാകുന്നത്. അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വജ്രയുടെ ഭാഗമായി മാറുക കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്കളെ പ്രധാനമായിട്ട് 4th ചാപ്റ്ററിലെ സോഷ്യൽ സയൻസിലെ 4th ചാപ്റ്ററിലുള്ള ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ്, അല്ലെങ്കിൽ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. മക്കളെ, ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ നോക്ക്, എപ്പോഴും നമുക്കറിയാം ഓരോ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനം രീതിയിലേക്കാണ് തരാറുള്ളത് അല്ലേ? അപ്പോൾ ഒരു 8ഓളം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്തും നിങ്ങൾക്കറിയാം ഒരു ആക്ടിവിറ്റി എന്തായാലും എന്ത് ചെയ്യും, എക്സാമിന് വരും. അപ്പോൾ ഇതിനകത്ത് ഒരു ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി തരുന്ന സമയത്ത് അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആദ്യം തരും. നോക്ക്, എർത്ത് ഈസ് ഓൺലി പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം വിത്ത് ലൈഫ്. ദ ഷേപ്പ് ഓഫ് ദി എർത്ത് ഈസ് കോൾഡ് ജിയോയിഡ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ സോളാർ സിസ്റ്റത്തിനകത്ത് ജീവനുള്ള ഏക ഗ്രഹം എന്ന് പറയുന്നത് ആരാണ്? ഭൂമിയാണ്. അതേപോലെ തന്നെ എർത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ജിയോയിഡ് ആണ്. ഇതൊരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അവിടെ തരുന്നു. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, തരികയാണ് അല്ലേ? ABCD എന്ന് പറഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് തരികയാണ്. ഒരു പിക്ചർ ഉണ്ട്, ആ പിക്ചർ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നതാണ്, ക്വസ്റ്റ്യൻസ് തരികയാണ്. അപ്പോൾ മക്കൾ, ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കുക, സൗരയൂഥത്തിലെ ജീവനുള്ള ഏകഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ ആകൃതിയെ ജിയോയിഡ് എന്നറിയപ്പെടുന്നു. എന്നിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊരു 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്, തരികയാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഡിവൈഡ് ദ എർത്ത് ഇൻ ടു നോർത്ത് ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. ശ്രദ്ധിക്കുക മക്കളെ, ഏറ്റവും പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഭൂമിയെ നമ്മൾ ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് നമ്മൾ വിഭജിക്കുന്നുണ്ട്. അങ്ങനെ വിഭജിക്കുന്ന രേഖ ഏത്? ഭൂമിയെ ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം എന്ന് വിഭജിക്കുന്ന രേഖ ഏത്? മക്കളെ, നമുക്കറിയാം ഭൂമിയെ ഇതുപോലെ തന്നെ 2 രീതിയിലേക്ക് വിഭജിക്കുന്ന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന 0 ഡിഗ്രി ആയിട്ടുള്ള ആരാണ്, നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഈ പറയുന്ന എർത്തിന്റെ ഏറ്റവും സെൻട്രലായിട്ടുള്ള പോകുന്നതാണ് ഇത് ഇക്വേറ്റർ അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. അതാണ് ഭൂമധ്യരേഖ. എന്താ പറയുക, ഭൂമധ്യരേഖ എന്നാണ് പറയുക അല്ലേ? ഭൂമധ്യരേഖ. അപ്പോൾ ഈ ഭൂമധ്യരേഖയുടെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. അത് പ്രധാനമായിട്ട് എത്രയാണ്, 0 ഡിഗ്രിയാണ് അല്ലേ? പ്രധാനമായിട്ട് എത്രയാണ്, 0 ഡിഗ്രിയാണ്. ഇത് പറയുന്നത് ഈ പറഞ്ഞ ഭൂമധ്യരേഖ വരുന്നത് 0 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഭൂമധ്യരേഖയ്ക്ക് മുകൾ ഭാഗത്തുള്ളതാണെങ്കിൽ ഇതിനെ നോർത്തേൺ ഹെമിസ്ഫിയർ, എന്നെ ചെയ്തത് ഞാൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്, അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളം അല്ലേ? ഉത്തരാർദ്ധഗോളം എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ താഴെയാണെങ്കിലോ അതിനെ നമ്മൾ ദക്ഷിണാർദ്ധഗോളം അല്ലേ? ദക്ഷിണാർദ്ധഗോളം, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കാം, ഇതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയർ, SH എന്ന് പറഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, ഇത് ഉത്തരാർദ്ധഗോളം. അതേപോലെ തന്നെ ഈ താഴെ വരുന്ന ഈ ഒരു ഭാഗം അർദ്ധഗോളം എന്താണ്, ദക്ഷിണാർദ്ധഗോളം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഉത്തരാർദ്ധഗോളം, ഇതാണ് ദക്ഷിണാർദ്ധഗോളം. ഈ ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധഗോളം എന്നും ഇതേപോലെ തന്നെ ഭൂമിയെ ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും സെൻട്രലിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട ആ രേഖയാണ്. ആ രേഖയുടെ പേരാണ് എല്ലാവർക്കും അറിയാം. ഇതാണ് ഇത് ഇക്വേറ്റർ. ആ രേഖയുടെ പേരാണ് ഇത് ഇക്വേറ്റർ അല്ലേ? ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. പ്രധാനമായിട്ട് അറിയാം, ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യ രേഖയാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. റെഡി, സെറ്റ് അല്ലേ? സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്.
ദ ലൈൻസ് ജോയിനിങ് നോർത്ത് പോൾ അല്ലേ, ദ ലൈൻസ് ജോയിനിങ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഈസ് കോൾഡ് ഡാഷ്. നമുക്ക് ശ്രദ്ധിക്കാം, പ്രധാനമായിട്ട് ഈ പറഞ്ഞ നോർത്ത് പോൾ, ഭൂമിയുടെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും, ഉത്തര ധ്രുവത്തിനെയും ദക്ഷിണ ധ്രുവത്തിനെയും കൂടി കണക്ട് ചെയ്യുന്ന ലൈൻ അല്ലെങ്കിൽ രേഖ ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കിയോളൂ, അവിടെ ചോദ്യം വാക്ക് ഉത്തരാർദ്ധഗോളത്തെയും ദക്ഷിണാർദ്ധഗോളത്തെയും ബന്ധിപ്പിക്കുന്ന രേഖ ഏത് അല്ലേ, ഉത്തരാർദ്ധഗോളം ഇതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളം ഇതിനെ ബന്ധിപ്പിക്കുന്ന രേഖ ഏത് എന്നുള്ളതാണ് ചോദ്യം. മക്കളെ നമുക്കറിയാം, ഉത്തരാർദ്ധഗോളത്തിനെയും ദക്ഷിണാർദ്ധഗോളത്തിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന രേഖയുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത്, ഇതാ നിങ്ങൾ നോക്കി, ഇങ്ങനെ കുത്തനെ വരയ്ക്കുന്ന രേഖകളെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? ലോഞ്ചിറ്റ്യൂഡ്സ് എന്നാണ് വിളിക്കുക. ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ഏറ്റവും പ്രധാനമായിട്ട് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഉണ്ട്. അതിനകത്ത് ഇതാ കുത്തനെ വരയ്ക്കുന്നത് ഈ പറഞ്ഞ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും, ഏറ്റവും ടോപ്പിൽ കാണുന്നത് ഇതാണല്ലോ നോർത്ത് പോൾ, ഇത് നോർത്ത് പോളാണ്. അതേപോലെ തന്നെ മക്കളെ നിങ്ങൾക്ക് അതിൻ്റെ താഴെ കാണാം, ഇതാണല്ലോ ഇത് സൗത്ത് പോളാണ്. ഇതേതാണ്? സൗത്ത് പോളാണ്. അപ്പോൾ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ഇങ്ങനെ കണക്ട് ചെയ്യുന്ന, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത് അത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോഞ്ചിറ്റ്യൂഡാണ്. ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖ. രേഖാംശ രേഖ എന്താ വിളിക്കുക? രേഖാംശ രേഖ, രേഖാംശ രേഖയാണ് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിന്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ ഈ ആൻസർ ഇവിടെ തന്നെ നമുക്ക് എഴുതാം. അത് വേറൊന്നുമല്ല മക്കളെ, ഇത് രേഖാംശ രേഖയാണ്. എന്താ മക്കളെ? രേഖാംശ രേഖ. ഓക്കെ, റെഡി, രേഖാംശ രേഖ. അതല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേരെന്താണ്? ലോഞ്ചിറ്റ്യൂഡ്സ്. ലോഞ്ചിറ്റ്യൂഡ്സ് കേട്ടോ, ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്, ലോഞ്ചിറ്റ്യൂഡ്സ്. ഓക്കെ, റെഡി. അപ്പോൾ ആദ്യത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേറ്റർ ആണ്, ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയാണ്. ആദ്യത്തേത് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ ആണ്. ഓക്കെ, രണ്ടാമത്തത് ഇതുപോലെ തന്നെ രേഖാംശ രേഖ. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായ രേഖകൾ ഡേഷ് എന്നറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, ഭൂമധ്യരേഖയ്ക്ക്, അതായത് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായ രേഖകൾ, അതായത് ഇതേപോലെ തന്നെ ഭൂമധ്യരേഖ പോലെ തന്നെ കാണപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ദ ലൈൻസ് ജോയിനിങ്, ദ ലൈൻസ് പാരലൽ ടു ദ ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ, അതായത് ഇക്വേറ്ററിനോട് പാരലൽ ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രലുള്ളത് ഇക്വേറ്റർ ആണെങ്കിൽ ഇക്വേറ്ററിനോട് സാമ്യതയുള്ള ഈ ഒരു ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ലാറ്റിറ്റ്യൂഡ്സ് അല്ലെ, ഇക്വേറ്റർ ഒക്കെ തന്നെ ലാറ്റിറ്റ്യൂഡ്സ് ആണ് അല്ലേ. ഈ പറഞ്ഞ ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ അറിയുന്ന പേരാണ് ഇത് അക്ഷാംശ രേഖകൾ. എന്താ വിളിക്കുക? അക്ഷാംശ രേഖകൾ. അപ്പോൾ ഓർത്തു വെച്ചോ മക്കളെ, അതിന്റെ പേര് മറക്കണ്ട. അതിന്റെ പേരെന്താണ്? ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡ്സ് ആണ് കേട്ടോ. ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും എന്താണ്? അക്ഷാംശ രേഖകൾ എന്ന് പറയും. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? നിങ്ങൾക്കത് കാണിച്ചു തരാം, അക്ഷാംശ രേഖകൾ എവിടെയെന്നുള്ളത്. അതേ പിടിച്ചോ, ഇതാണ് ലാറ്റിറ്റ്യൂഡ്സ്. ഇല്ല കണ്ടോ, ഇക്വേറ്റർ ഒക്കെ തന്നെ എന്താണ്? ഓരോ ലാറ്റിറ്റ്യൂഡ്സുകളാണ്. ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അതിനെ നമുക്കറിയാം അക്ഷാംശ രേഖകൾ. എന്താ വിളിക്കുക? അക്ഷാംശ രേഖകൾ. ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ. ഓക്കെ, റെഡി അല്ലേ? ഇതേപോലെ തന്നെ കാണുന്നത് അക്ഷാംശ രേഖകൾ. ഓക്കെ, റെഡി, സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ഗ്രീനിച്ച് ലൈൻ? ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെയിനായിട്ട് ചോദിച്ചുള്ളത് ഗ്രീനിച്ച് രേഖയുടെ ഡിഗ്രി എത്രയാണ്? എത്ര ഡിഗ്രിയാണ് ഗ്രീനിച്ച് രേഖ? മക്കളെ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അത് 0 ഡിഗ്രിയാണ്. ഗ്രീനിച്ച് രേഖ എത്ര ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എത്രയാണ്? 0 ഡിഗ്രിയാണ്. നമുക്ക് പറയാൻ പറ്റും എത്രയാണ്? 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി. അല്ലെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റും എത്രയാണ്? 0 ഡിഗ്രി. എത്രയാണ്? 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി. ഓക്കെ, റെഡി. ഇവിടെ പിടിച്ചോ, ദേ പിടിച്ചോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗ്രീനിച്ച് രേഖ കണ്ടോ? ഗ്രീനിച്ച്, അതായത് വേൾഡിനകത്തെ പ്രൈം മെറിഡിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത്, അതായത് ലോകത്ത് സമയം കണക്കാക്കുന്നത് ഏത് ലൈൻസിനെ വെച്ചിട്ടാണ്? ഈ പറയുന്ന പ്രധാനപ്പെട്ട ലോഞ്ചിറ്റ്യൂഡ്സ് ആയിട്ടുള്ള 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സ് ആയിട്ടുള്ള അല്ലെ, ഈ പറഞ്ഞ 0 ഡിഗ്രി രേഖാംശ രേഖയായിട്ടുള്ള ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാട്ടോ. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? നമുക്കറിയാം, ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഈ 0 ഡിഗ്രി ആയിട്ടുള്ള 0 ഡിഗ്രി ആയിട്ടുള്ള ഗ്രീനിച്ച് കടന്നു പോകുന്നത് കേട്ടോ. അപ്പൊ ഗ്രീനിച്ച് രേഖയുടെ ഡിഗ്രി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ് മക്കളെ? 0 ഡിഗ്രി. പഠിച്ചു വെച്ചോളാം. എത്രയാണ്? 0 ഡിഗ്രി. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ലോകത്ത് എന്ത് കണക്കാക്കുന്നത്? ടൈം അല്ലെങ്കിൽ സമയം കണക്കാക്കുന്നത് ഇതിനെ ബേസ് വെച്ചിട്ടാണ്. മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത് ഏത് രാജ്യത്തു കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതും കൂടി പഠിച്ചു വെച്ചോളാം. ഏതാണ്? ഇംഗ്ലണ്ട് ആണ്. ഏതിലൂടെയാണ്? ഇംഗ്ലണ്ടിലൂടെയാണ് ഇത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. റെഡിയാണോ? റെഡി, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഒരു ഫാക്ടിനെ ബേസ് ചെയ്ത് നമ്മൾ കുറെ പോയിന്റുകൾ നമ്മൾ പഠിച്ചു കേട്ടോ. ഓക്കെ, ഗ്രീനിച്ച് 0 ഡിഗ്രി ആണ്. ഗ്രീനിച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ലോകത്ത് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഏതായാലും ഗ്രീനിച്ച് കടന്നു പോകുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലൂടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ നോക്ക്. ഇതോടുകൂടി
ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു. അപ്പം ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെയാണ് ആക്ടിവിറ്റി തരിക കേട്ടോ. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ആൻസർ ചെയ്യാവൂ കേട്ടോ. പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ് വരിക. ഇനി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അടുത്തൊരു ആക്ടിവിറ്റി, അതായത് ഈ ഒരു മോഡലിലേക്ക് ആക്ടിവിറ്റികൾ എന്ത് ചെയ്യാൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആക്ടിവിറ്റി നമ്പർ 2 പറയുന്നത് നിങ്ങൾ നോക്കിയോ. ഒന്ന്, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. അതായത് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മക്കളെ, ചിത്രം നിരീക്ഷിച്ച് പ്രധാന അക്ഷാംശ രേഖകളുടെ പട്ടിക പൂർത്തീകരിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിക്ചർ തരും. അതുണ്ടോ, ഈ രീതിയിലേക്ക് ഒരു പിക്ചർ തരും. ഈ പിക്ചർ തന്നിട്ട് ഓരോ പ്രധാനപ്പെട്ടതും ഈ ഒരു ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നും ഇതുപോലെ തന്നെ എടുത്ത് എഴുതുകയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ ഇപ്പോൾ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട രേഖകളുടെയും ഒക്കെ തന്നെ ഡിഗ്രി കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് എക്സാമിനകത്ത് അങ്ങനെ എല്ലാം ഒന്നും എന്ത് ചെയ്യുന്നില്ല, തരില്ല. എല്ലാം ഒന്നും നിങ്ങൾക്ക് തരില്ല. ഇതിൽ നിന്നൊക്കെ ഓരോന്നും എന്ത് ചെയ്യും, കട്ട് ചെയ്യും, എന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചേക്കണം, ഇത് ഇക്വേറ്റർ ആണ്. ഇക്വേറ്ററിന്റെ മുകളിലേക്ക് 23.5 ഡിഗ്രി വടക്ക് അല്ലേ, ഈ പറയുന്ന ആരാണ്, ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലേ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ നേരെ താഴെയാണെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ട് അല്ലേ. ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ അതും 23.5 ഡിഗ്രി സൗത്ത് ആണ്. 23.5 ഡിഗ്രി എത്രയാണ്, സൗത്ത് ആണ് അല്ലെങ്കിൽ തെക്കാണ് എന്ന് പഠിച്ചു വെച്ചോളണം. പിന്നെ ഏറ്റവും ടോപ്പിൽ ആർട്ടിക് ആണ്, അത് 66.5 എത്രയാണ്, ഇതുപോലെ തന്നെ നോർത്ത് ആണ്. അതേപോലെ തന്നെ ഏറ്റവും താഴെ ഉണ്ട് അല്ലേ 66.1/2 എത്രയാണ്, ഇതുപോലെ തന്നെ സൗത്ത് ഉണ്ട്. ഇത് ഓർത്ത് വെച്ചോണം. ഇതൊക്കെ ഈ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, റെഡി അല്ലേ. ഇനി ഏറ്റവും ടോപ്പിൽ നോർത്ത് പോൾ, സൗത്ത്, ഇതുപോലെ താഴെ സൗത്ത് പോൾ. നോർത്ത് പോൾ ആണെങ്കിൽ 90 ഡിഗ്രി, സൗത്ത് പോൾ ആണെങ്കിൽ 90 ഡിഗ്രി സൗത്ത്. ഓക്കെ, തെക്ക്. ഇത് ഓർത്ത് വെച്ചോളൂ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോളേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇക്വേറ്റർ എത്രയാണ്, 0 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇതിങ്ങനെ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ക്യാൻസർ ആണോ ഈ പറഞ്ഞ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണോ മുകളിലും താഴത്തും ഉണ്ടാകുന്നുള്ള സംശയം ഉണ്ടാവും. ഞാനത് പഠിക്കാൻ വേണ്ടി ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ മാരകമായ അസുഖമാണ്, ഏറ്റവും വലിയ അസുഖമാണ് ഇത് ക്യാൻസർ അല്ലേ. അസുഖങ്ങളിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന, ഏറ്റവും മുകളിൽ നിൽക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ക്യാൻസർ. അപ്പോൾ ഓർത്താൽ മതി, അസുഖങ്ങൾ ഏറ്റവും മുകളിലാണ്, ക്യാൻസർ ഏറ്റവും മുകളിലാണെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ അസുഖങ്ങളിൽ ചെറിയ അസുഖമല്ലല്ലോ, ഇത് വലിയൊരു അസുഖമാണ്. അപ്പോൾ വലുതാണ്, ഏറ്റവും ടോപ്പിലാണെന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ ക്യാൻസർ മുകളിലാണെന്നുള്ള എന്ത് ചെയ്യും, കിട്ടും. ഇനി മലയാളത്തിലാണെങ്കിലും കിട്ടും, മലയാളത്തിലുണ്ടാവും. മലയാളത്തിലാണെങ്കിൽ ഉത്തരായനം, അതുപോലെ തന്നെ ദക്ഷിണായനം എന്നാണ് പറയാം. ഉത്തരായന രേഖ, ദക്ഷിണായനം. ഉത്തരം എന്ന് പറയുമ്പോൾ നിങ്ങൾ അയച്ചാൽ മതി. ഒരു ക്ലാസ്സിനകത്ത് ഉത്തരം പറയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഏറ്റവും ടോപ്പിലായിരിക്കും, ക്ലാസ്സിനകത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ ആലോചിച്ച് വെക്കുക. അല്ലെങ്കിൽ പഴയ വീടിനൊക്കെ എന്തുണ്ടാവും, ഉത്തരം ഉണ്ടാവും. ആ ഉത്തരം മുകളിലായിരിക്കും. അങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ബാക്കി നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ഒന്ന് കിട്ടിയാൽ ബാക്കി താഴെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ. അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇക്വേറ്റർ 0 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, 23.5 ഡിഗ്രി. അങ്ങനെ മാത്രം എഴുതിയാൽ പോരാ, അത് എന്തുകൂടി എഴുതണം, അത് ഏതാണ് ഡയറക്ഷൻ എഴുതണം. അത് നോർത്താണ്. 23.5 ഡിഗ്രി എത്രയാണ്, നോർത്താണ്. അപ്പോൾ 23.5 ഡിഗ്രി അല്ലേ, 23.5 ഡിഗ്രി എത്രയാണ്, ഇതുപോലെ തന്നെ നോർത്ത് അല്ലെങ്കിൽ വടക്കാണ് എന്ന് മക്കൾ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. അങ്ങനെ എഴുതണേ, വെറും ഡിഗ്രി മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നുണ്ട് 23.5 ഡിഗ്രി സൗത്ത് ഏതാണ് മക്കളെ, 23.5 ഡിഗ്രി തെക്ക് ഏതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 23.5 ഡിഗ്രി തെക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉള്ള രേഖ ഏതാണ്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ് അല്ലേ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ നോക്കണേ, 23.5 ഡിഗ്രി തെക്ക് അല്ലേ, 23.5 ഡിഗ്രി തെക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ആരാണ്, ദക്ഷിണായന രേഖയാണ്. അപ്പോൾ ആൻസർ എന്താണ്, 23.5 ഡിഗ്രി തെക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ദക്ഷിണായന രേഖ. എന്താ പറയുക, ദക്ഷിണായന രേഖ. ഇതാണ് ദക്ഷിണായന രേഖ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് 23.5 ഡിഗ്രി സൗത്തിനെ നമ്മൾ വിളിക്കുക ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് വിളിക്കുക, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ, റെഡി അല്ലേ. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇനി നോക്കണേ, ആർട്ടിക് ആണ്, ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിൾ ഇവിടെ ഡാഷ് എന്നാണ് കൊടുത്തത്. എത്രയാണെന്നുള്ളത് നോക്കണം. നോക്കുക, ഏറ്റവും ടോപ്പിൽ ഇതാ ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എത്രയാണ് ഉള്ളത്, ഇതേപോലെ തന്നെ നോക്ക്, 66.5 ഡിഗ്രി നോർത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ. ആർട്ടിക്കിന്റെ നേരെ താഴെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ആർട്ടിക്കിന്റെ നേരെ താഴെയുള്ളതാണ് ഇവിടെ ഒരു ഇതിന്റെ ലൈൻ ഉണ്ട്, അതാണ് ഇത് 66.5 ഡിഗ്രി സൗത്ത് ആണ്. അതാണ് ഇത് അന്റാർട്ടിക് എന്ന് പറയുന്നത് കേട്ടോ, അന്റാർട്ടിക്. അപ്പോൾ ആർട്ടിക് എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 66.5 ഡിഗ്രി നോർത്ത് ആണ്. 66.5 ഡിഗ്രി എത്രയാണ്, വടക്കാണ്. 66.5 ഡിഗ്രി അല്ലേ, 66.5 ഡിഗ്രി വടക്കാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളാം. ഓക്കെ, റെഡി. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യും, വരും. അപ്പോൾ നിർബന്ധമായിട്ട് ഇതൊക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല ഇനിയുമുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ ഇതിനകത്ത് ചോദിക്കാൻ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇനി വരുന്ന പബ്ലിക് ലൈവിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മക്കളെ, ഓണം എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വർഷത്തെ ഫസ്റ്റ് എക്സാം ആണ് ഓണം എക്സാം. ഓണം എക്സാമിൽ വലിയ മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും നമ്മുടെ പാരൻസിൻ്റെയും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇടയിൽ നമ്മളൊക്കെ പഠിക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്ന് പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്
ഈ ഓണം എക്സാം. അപ്പോൾ ഓണം എക്സാമിന് വലിയ മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. അപ്പം ഞാൻ പറയുന്നത് ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയിട്ട് അയ്യോ ഒന്ന് പഠിക്കായിരുന്നല്ലോ, എക്സാമിന് മുൻപ് പഠിക്കായിരുന്നല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവരുത്. അതിനു മുൻപ് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അതുവേണ്ടിയാണ് സൈലത്തിന്റെ വജ്ര ബാച്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സോ താഴെ കാണുന്ന മുകളിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക, വജ്രയുടെ ഭാഗമായി മാറുക, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാട്ടോ. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. ഉഷാറാക്കാം, അടിപൊളിയാക്കാം. ബൈ 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 മക്കളെ, ബൈ.